തിരുനാവായ എടക്കുളം താമരക്കായലിൽ ഒരു ചെറിയ മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ കുറച്ച് ആൾക്കൂട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റും. താമരക്കായലിനോട് ചേർന്നുള്ള ഒരു കുണ്ടുള്ള സ്ഥലം, അവിടുത്തെ മീൻപിടുത്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മീൻപിടുത്തക്കാർ കുളത്തിലുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേറുണ്ട് കേട്ടോ. കാൽമുട്ട് വരെയൊക്കെ താഴ്ന്നു നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നാണ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കൾ നമ്മൾ കാണുന്നത്. അതേപോലെ കരയിൽ നിന്ന് ഒരാൾ ഇപ്പോൾ അങ്ങോട്ട് കയറിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് മീൻ അങ്ങോട്ട് കയറ്റിൽ കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ചേർന്ന് അവർക്ക് അങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് പിടിച്ച മീനുകളെ കൈവലയിലാക്കിയിട്ട് ഇതുപോലെ കയറുകൊണ്ട് ലോക്ക് ചെയ്തിട്ട് അതങ്ങനെ അങ്ങോട്ട് കരയിലേക്ക് വലിച്ചു കയറ്റുകയാണ്. ശേഷം ഇവിടുന്ന് മോട്ടർ വെച്ചിട്ട് വെള്ളത്തിൽ ആ ചേർന്ന് അലപ്പോൾ ഈ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചേർന്ന് കുറച്ചൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേറൊന്ന് കഴുകി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈസി ആയിട്ട് മീനിനെ തരംതിരിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഒന്ന് കുറക്കാനും വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ശേഷം പിന്നീട് കരയിൽ തന്നെ ആ വല കൊട്ടിയിട്ട് ഇവിടുന്ന് മീനുകളെ വേർതിരിക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് താമരയുടെ ഇലകളൊക്കെ അവിടെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ നല്ല നാടൻ മീനുകളുണ്ടല്ലോ, നമ്മളെ കാരി എന്ന് പറയും, നമ്മുടെ നാട്ടിൽ കടു എന്ന് പറഞ്ഞ ഐറ്റം ഇവിടെ കാണാൻ പറ്റും. എൻ്റെ കളർ ഉണ്ടില്ല, എൻ്റെ മൂപ്പെത്തിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സൈസ് എത്തിയുള്ള കടു എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. പിന്നെ പൊരിക്ക് അങ്ങനെ തുടങ്ങിയുള്ള മീനുകളൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് മീനുകളെ ഇതേപോലെ വേറെ വേറെ പാത്രങ്ങളിലേക്കാക്കിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നമുക്ക് താഴെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കടുവിനെ. അത്യാവശ്യം നല്ല സൈസുള്ള കടുവൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട്, വെവ്വേറാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലിടയ്ക്ക് ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞ് കടുവിനെ പിടിക്കൽ എങ്ങനെയെന്ന് കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ശരിക്കും ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മീൻപിടുത്തക്കാർക്ക് ഈ കടുവിനെ പിടിക്കാൻ ഈസി ആയിരിക്കും. ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് പിടിക്കേണ്ട ഒരു കാര്യമാണ് ഈ സംഭവം. ഇല്ലാണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പണി കിട്ടാവും ഇത് കറക്റ്റായിട്ട് പിടിച്ചിട്ടില്ലാണ്ടെങ്കിൽ. അപ്പോൾ ആ സുഹൃത്ത് കൂളായിട്ട് കണ്ടില്ലേ, കൈ കൊണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് നേരിട്ട് വെള്ളത്തിലേക്ക് മാറ്റി. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ട് മീൻ പിടിക്കാനും വേണ്ടിയിട്ട്. ഇവരെ കൂട്ടത്തിൽ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടുന്ന് മീൻ പിടിച്ചിട്ട് അതാ കൈവലയിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. വീണ്ടും കിട്ടിയ മീനുകളൊക്കെ ഇവിടെ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ടുപേർക്ക് എപ്പോഴും പണിയുണ്ടാവും കേട്ടോ. മീൻ പിടുത്തം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ളൊരു വരാലതാ കയറി വരുന്നുണ്ട്. ചേറ് കണ്ടില്ലേ, ആ മീൻ വന്ന് കൊടുന്ന് കൊട്ടിയപ്പോൾ ആ ചേറ് കുറേയൊക്കെ കഴുകി കളയും. ഇല്ലാത്തതുണ്ടെങ്കിൽ മീൻ അങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലാത്തൊരു സൈസുള്ള വരാലിട്ടാ. ഈ പിടുത്തം നമുക്ക് കിടക്കുമല്ലേ, പണി എളുപ്പമാണ്, റിസ്ക്കും ഇല്ല. നിങ്ങൾക്ക് പിന്നെ ശീലം ഉണ്ടായതുകൊണ്ട് അതല്ല അല്ലേ. എക്സ്പീരിയൻസ് ഉള്ള മീൻപിടുത്തക്കാർക്ക് ഇതാ ഇത്ര ഉള്ളു പണി. കറക്റ്റ് ഇങ്ങോട്ട് ലോക്ക് ചെയ്താൽ മതി. എന്തൊക്കെയായിട്ടുള്ളത്? കണ്ണും കടും പൊരിക്കും മാത്രമേ ഉള്ളൂ. തിലോപ്പി ഉണ്ടോ?